ഗായ്സ്, ഇന്ന് രാവിലെ തൊട്ട് ഒരു വിവാദം കടന്ന് കറങ്ങുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിൽ. എല്ലാവരും കണ്ടു കാണും. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിനെപ്പറ്റിയായിരുന്നു ചർച്ച. അമ്പനാന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി എല്ലാവരും കിടക്കാൻ നേരത്ത് നമ്മുടെ ആര്യൻ കിടക്കാൻ വന്നപ്പോളേ ജിസേലിൻ്റെയും ആര്യൻ്റെ ബെഡിൽ നെവിൻ കയറി ആദ്യം കിടന്നു. അപ്പം ആര്യം വന്നിട്ടൊരു തൊഴിയൊക്കെ തൊഴിച്ച് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടാലും മനസ്സിലാവും ആര്യം നല്ലപോലെ ക്ഷീണിച്ചാൽ വന്നേക്കുന്നതെന്ന്. ഈ നെവിൻ മാറാത്തോണ്ട് ആര്യം നേരെ പോയി നെവിൻ്റെ ബെഡിൽ പോയി കിടന്ന്. അപ്പോൾ ഉടനെ തന്നെ നെവിൻ മാറി അനുമോളുടെ ബെഡിലേക്ക് കയറി കിടന്നു. നെവിൻ മാറിയത് കണ്ട് ആര്യം തിരിച്ച് അവൻ്റെ ബെഡിൽ കിടക്കാൻ വന്നപ്പം ഈ റെന ചാടിക്കേറി അവന്മാരുടെ, അതായത് ആര്യൻ്റെയും ജിസൈലിൻ്റെയും ബെഡിൽ കയറി കിടന്നു. അപ്പോൾ ഉടനെ ആര്യം എന്ത് ചെയ്ത്, ആര്യം ചാടി റെനയുടെ പുറത്ത് കയറിയും കിടന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് തോന്നി അവൻ അതുവഴി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് റെനയുടെ മോളിൽ കൂടെ കയറി അപ്പുറത്ത് പാസ് ചെയ്യാൻ പോയ പോലെ എനിക്ക് തോന്നിയേ. പക്ഷേ അവൻ ചാടി കയറി പുറത്ത് കിടന്നപ്പോൾ തന്നെ റെന പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് എന്നിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി കിടന്നിട്ട് നമ്മുടെ ബിന്നിയായിട്ടൊരു ചർച്ചയായിരുന്നു. കാരണം റെനയ്ക്ക് അത് ആരും ബാഡ് ഇൻറ്റൻഷനിൽ ചെയ്ത പോലെ തോന്നി. അവനത് മനഃപൂർവ്വം ചെയ്തയാന്നുള്ള രീതിയിൽ ഈ റെനയ്ക്കൊരു ബാഡ് അടിച്ച്. അതോടനെ ബിന്നിയായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഏത് നല്ല ആളുമായിട്ടാ ചർച്ച ചെയ്യാൻ തുടങ്ങി. രാത്രി ഫുള്ള് അവരിങ്ങനെ ചർച്ച ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. നിനക്ക് ബാഡായിട്ട് തോന്നി, നീ അതെന്തായാലും പറയണമെന്ന് ബിന്നി റെനയോട് പറഞ്ഞു. രാത്രി ഫുള്ള് പിന്നെ റെന ഇങ്ങനെ അങ്ങ് കരയുമായിരുന്നു. നേരം വെളുത്തപ്പോഴും ഇത് തന്നെയായിരുന്നു ചർച്ച. ഇത് നമ്മളെ ആദിലയും നോറയും അതേപോലെ അനുമോളുമായിട്ടൊക്കെ സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ തുടങ്ങി. പിന്നീട് നിങ്ങൾക്കറിയാമല്ലോ, കുത്തിത്തിരിപ്പിന്റെ രാജ്ഞിയാണ്. ഇക്കാര്യം അങ്ങോട്ട് വാദിക്കാൻ തുടങ്ങി. ഉടനെ അങ്ങ് അനുമോളും കൂട്ടുപിടിച്ചു. അനുമോള് പറഞ്ഞ് ഈ ആര്യൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്ന, അവൻ്റെ ഒരു എപ്പോൾ ഡബിൾ മീനിങ് പറഞ്ഞ് നടക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അനുമോളും കൂട്ടുപിടിക്കാൻ തുടങ്ങി. ആദിലേന്ന് പറയും പറഞ്ഞ് അത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, ചാടിക്കറി കറന്നപ്പോൾ അറിയാണ്ട് വന്നയാന്ന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ബിഗ് ബോസ് ഫുള്ള് ചർച്ചയായി. നമ്മുടെ ബിന്നിയാണല്ലോ ആള്, അത്യാവശ്യം ആൾക്കാരെല്ലാവരും അറിഞ്ഞ് അങ്ങനെ എല്ലായിടത്തും ചർച്ചയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു, മറ്റേ എവിക്ഷൻ ലിസ്റ്റിൽ നോമിനേഷൻ. ഇതിൽ ഈ ബിന്നി ഈ ഒരു സംഭവം എടുത്തിട്ട് നമ്മുടെ ആര്യനെ അങ്ങ് നോമിനേറ്റ് ചെയ്ത്. അപ്പം ഈ ആര്യനും ജിസയിലും ഫോൾസ് അലിഗേഷൻ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ റെനയെ നോമിനേറ്റ് ചെയ്തു. പക്ഷെ ട്വിസ്റ്റ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ റെനയുണ്ടല്ലോ, അവള് ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അവൾക്ക് ഇത് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ, അവളെ ബാഡ് ഇൻറ്റൻഷനിലാ ചെയ്തതെന്ന് ഉറപ്പാണെങ്കിൽ അവളത് വോട്ട് ചെയ്യേണ്ടതല്ലായിരുന്നു. പക്ഷേ അവൾ വോട്ട് ചെയ്തില്ല. അതവളുടെ ഗെയിം ആണോ എന്നറിയത്തില്ല, ഒരു കണ്ടന്റ് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവൾ വോട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ഭയങ്കര ചർച്ചയായിരുന്നു. ഈ കുറച്ച് മുമ്പ് വരെ ചർച്ചയായിരുന്നു. സംഭവം സോൾവ് ചെയ്ത് വിട്ട്, ഹൗസ് മേറ്റ്സ് എല്ലാവരും വന്ന് സോൾവ് ചെയ്ത് വിട്ട്. പിന്നെ ജിസയിലും ആര്യനത് കുത്തിപ്പൊക്കി വീണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞ്, വീണ്ടും മറ്റേ ഒനീലൊക്കെ പറഞ്ഞ് മറ്റേ ബിഗ് ബോസ് തീരുമാനിക്കട്ടെ, ഈ വീക്കെൻഡ് നമുക്ക് സംസാരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞു. അതാ നല്ലത്. എല്ലാം ഈ വീക്കെൻഡ് തീർത്താൽ മതിയല്ലോ. ലാലേട്ടൻ എന്നും ഓരോ ഇതേപോലത്തെ വിഷയങ്ങൾ, പിടി, അവിഹിതം, ഇതൊക്കെ തന്നെ, ഉമ്മ വെപ്പ്, എത്ര വീക്കായിട്ട് ഇത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം ലാലേട്ടൻ വന്നിട്ട് എന്ത് പറയുമെന്ന്. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.